പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, വമ്പിച്ച ഗാഥാ ഗുസ്തി ഇന്നോളം ആരുടെ മുമ്പിലും മുട്ടുകുത്തിയിട്ടില്ലാത്ത ഉടുമ്പു വേലായുധന് കൊച്ചുകുട്ടം പിള്ളയുടെ അരിമശിഷ്യൻ ഫയൽവാൻ പീലിപ്പോസ് നേരിടുന്നു. ഉടുമ്പിനെ തറപറ്റിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നല്ലപോലെ കൊത്തി കളയണം. അടിയിലത്തെ മണ്ണ് മോളി വരണം. നേതാവേ മൈക്ക് ഒന്ന് കാറ്റുന്നാ. നമസ്കാരം. ആശാനെ ജോലി തിരക്കാണല്ലേ? നാളെയല്ലേ കുസ്തി? അല്ലെ മണ്ണ് വെല്ലാതെ പിടിക്കുമ്പോ ഇളകിക്കോളും. എല്ലാ ഇത്തവണ ഉടുമ്പ് തറ പറ്റുമോ? പിന്നെ അതോ ആശാൻ തറ പറ്റുമോ? ആരാ തറ പറ്റുന്നത് നാളെ പിടിക്കുമ്പോ കാണാമല്ലോ. അല്ല, കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്, പിടിക്കുമ്പോ കാണാമല്ലോ. എനിക്ക് മുതൽ മുടക്കൊന്നുമില്ലല്ലോ. പിന്നെന്താ, ആര് ജയിച്ചാലും തോറ്റാലും തനിക്കെന്താ? അതൊന്നുമില്ല, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ മാസം മാസം അനാവശ്യമായി ചെലവാക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഈ നാട്ടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംഭാവനയായിട്ട് എന്നെ ഏൽപ്പിച്ചൂടാന്ന് ചോദിച്ചാണോ? ഞാന് കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി തെണ്ടി നടന്ന് പിരിക്കാറില്ല. സ്വന്തം തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസയാ. വേണേ വന്നിട്ട് കണ്ടിട്ട് പോ. നടക്കട്ടെ നേതാവേ, ഒന്നുമില്ലേലും വല്ലപ്പോഴും ഒരു ഗുസ്തി ഓസിന് നമുക്ക് കാണാമല്ലോ. നിന്റെയൊക്കെ ജീവിതം തന്നെ ഓസാണല്ലോടാ, അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഉടുമ്പിനെ തറ പറ്റിച്ചിട്ടേ ഞാൻ ഇറങ്ങൂ. ജയ് ഹനുമാൻ. ജയ് സുഗ്രീവൻ. എന്ത് ചെയ്യാനാ, തലക്ക് സുഖമില്ലാതെ ഇപ്പൊ ഒന്ന് പറ. ഒന്ന് വേഗം കൊണ്ടുപോയി ചേട്ടാ. ഇപ്പൊ തരാം. എത്ര നേരമായി? ഇപ്പൊ തരാം. നല്ല ഒന്നാന്തരം മട്ടൻ ചാപ്സ്, ഇന്നത്തെ ഗുസ്തി സ്പെഷ്യൽ. ഇവർ ചുപ്പാണ്ടോ? എന്തോടാ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? എന്താണ് മനുഷ്യർ ഗുരുവായൂരപ്പ ശാന്തിച്ചോ.
ആറങ്ങാനുണ്ടോ? അവിടേക്ക് അവിടേക്ക് ആളെ ഇങ്ങോട്ട് കയറിയാൽ മതി. അവിടേക്ക് കറിക്ക കറിക്ക അങ്ങോട്ട് ഇരിക്കും. ഇരിക്കും അവിടെ ഇരിക്കേ. ഹലോ, മനസ്സിലായില്ല? അല്ല, ഞാൻ ഈ മുത്താരംകുന്ന് പറയുന്ന സ്ഥലം എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. പിന്നെ എന്തിനാ അവിടെ ബസ് ഇറങ്ങിയത്? സത്യം പറ. ഞാനും ബസ്സിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ കള്ള നോട്ടും ആ പരുങ്ങലും ഇടയ്ക്കിടയ്ക്ക് പേന എടുത്ത് ഡയറിയിൽ എഴുത്തും. എന്തിനാണ് സുഹൃത്തെ എന്നോട് ഒളിച്ചു പിടിക്കുന്നത്? ഞാനും ഗവൺമെന്റിന്റെ ആള് തന്നെയാ. ഈ പ്രദേശത്ത് ഏത് സിഐഡി വന്നാലും ആദ്യം എന്നെ കാണുക എന്നുള്ളത് അതൊരു പതിവാണ്. പക്ഷെ ഞാൻ മതി 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 മതി. ഇനി ഒരു അക്ഷരം പറയണ്ട. എന്റെ സിഐഡി കൊട്ടാ. വാ 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 ഇവിടെ വാ വാ. അല്ല അതിരിക്കട്ടെ, സാറിപ്പം ഏത് കേസ് പിടിക്കാനാ അങ്ങോട്ട് പുറപ്പെട്ടത്? ഇതെന്റെ സ്വന്തം കേസ് തന്നെയാ. സ്വന്തം കേസോ? അതും എന്റെ നിയോജക മണ്ഡലത്തിലോ? സാറ് MLA ആണ്? അല്ല, ആയിട്ടില്ല. അടുത്ത് തന്നെയാകും. അതിന്റെ കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. 1.5 വർഷം മുമ്പ് അമ്പലക്കുളത്തിൽ ശാന്തയുടെ ശവം പൊന്തിയല്ലോ, അത് കൊലപാതകമാണെന്ന് അന്ന് തന്നെ ഞാൻ സർവത്ര മന്ത്രിമാരെയും വിളിച്ചു പറഞ്ഞിരുന്നു. സത്വര നടപടികൾ കൈക്കൊള്ളാമെന്ന് അവർ എനിക്ക് വാഗ്ദാനവും ചെയ്തിരുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാൻ പുറപ്പെട്ടതല്ലേ? പ്ലീസ്, എന്റെ സ്വന്തം കേസെന്ന് പറഞ്ഞത് എന്റെ തന്നെ ജീവിത പ്രശ്നം എന്ന അർത്ഥത്തിലാണ്. ഇവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി എന്നെ നിയമിച്ചിരിക്കുകയാണ്. നേരോ? ബാർബർ ഷോപ്പാണ്, തലോടി കൊട്ടി. ഇതും എന്റെ കഴിവുണ്ട്, ഞാൻ എത്തിച്ച. പ്രിയപ്പെട്ട നാട്ടുകാരെ, എവിടെ പോയി കിടക്കാടാ? സ്ഥലം എവിടെ വേണം? ഇവിടെ ഇറങ്ങിയോ? ഇങ്ങോട്ട് ഇറങ്ങിയോ? ഇവിടെ ഇറങ്ങി വാടേ. ഇവിടെ വരും. ഒന്ന് ശ്രദ്ധിക്കുവേ. വളരെ നാളത്തെ എന്റെ അശ്രാന്ത പരിശ്രമത്തിന് ഫലമായി ഇതാ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്റർ എത്തിയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കുകയാണ്. എന്താ പേരെന്ന് പറഞ്ഞു? ദിലീപ് കുമാർ. അതെ, ദിലീപ് കുമാരകൻ. സുന്ദരനായ ഈ ചെറുപ്പക്കാരനാണ് ഇനി അങ്ങോട്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ കത്തുകുത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. സാർ, എന്റെ കടയിലിരിക്കാം, ഒരു ചായ കുടിക്കാം സാർ. എന്റെ കടയിലിരിക്കാം സാർ. സാർ, എന്റെ കടയിൽ പഴംപൊരി ഉണ്ട്. സാർ, എന്റെ കട ദോശ ഉണ്ട്. എന്റെ കടയിൽ ഉണ്ടംപൊരി ഉണ്ട്. സാർ, എന്റെ കട മനുഷ്യരായ സ്വൈര്യാണ് ആവശ്യം. ആ സ്വൈര്യം നിങ്ങൾ തരുന്നില്ലെങ്കിലോ ഞങ്ങളെ എന്ത് ചെയ്യണം? ഇവിടെ സൈക്കിൾ ഷാപ്പ് എന്താ സാറിന് എന്താ ആവശ്യം? എന്താ വേണ്ട എന്നോട് പറയൂ. എനിക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാൻ വാസുവിന് എഴുതിയിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു സാറേ. അതെന്താ? സാറിന് വാസുവിനല്ലേ കണ്ടത്? എടാ പെട്ടിയെടുക്കടാ. ഒന്ന് മാറണേ. വരൂ. വാസേ, ഈ വരുന്ന ആളെ കൂടെ ഏറ്റെടുത്തോളൂ. എനിക്ക് തീരെ സമയമില്ല. ഞാൻ ദിലീപ് കുമാർ. ഓ, പോസ്റ്റ് മാസ്റ്റർ. അതെ. രാമദാസ് മാഷിന്റെ കത്ത് മെനഞ്ഞാന്ന് കിട്ടി. ഇതുവരെ മറുപടി അയച്ചില്ല. ആള് വരാൻ 2-3 ദിവസം ആലോ എന്ന് വിചാരിച്ചു. താമസ സൗകര്യം അതൊക്കെ ഞാൻ ഇന്നലെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ശരി. മാസ്റ്റർക്ക് സൈക്കിൾ അറിയാമല്ലോ. പിന്നെന്താ? അയ്യപ്പാ, പെട്ടി ഇതിലോട്ട് വെച്ചു. ഞാൻ കരുതിയില്ല മുത്താരംകുന്ന് ഇങ്ങനെ ഒരു കുഗ്രാമമാണെന്ന്. ഗ്രാമമാണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ വേണ്ട ചുറ്റുപാടുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ സിനിമാ തിയേറ്റർ ഇല്ലേ? 6 കിലോമീറ്റർ ദൂരെ ഒരെണ്ണമുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കി നീലക്കുയിലും ഒക്കെ റിലീസ് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. 10 കിലോമീറ്റർ ദൂരെ പോയാൽ പുതിയ പടങ്ങൾ കാണാം. അവിടെ കാണാൻ കുറെ തോടുന്നുണ്ട്. കയറ്റമൊക്കെ കഴിഞ്ഞു മാഷേ, ഇനി കയറാം. സൗകര്യങ്ങളൊക്കെ കുറവാ. പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്.